السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على خاتم النبيين وسيد المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സമാദരണീയരായ പണ്ഡിതന്മാരെ, പ്രിയങ്കരൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഈ മഹത്തായ വേദിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഇരിക്കുന്ന വിഷയം സ്വാഗത ഭാഷണത്തിൽ നിങ്ങൾ കേട്ടതുപോലെ നാല് നൂറ്റാണ്ടുകൾക്ക് മുന്നേ അല്ലെങ്കിൽ 5 നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മുടെ ഈ കേരളീയ പരിസരത്ത് വളരെ ശ്രദ്ധേയമായ മത, വൈജ്ഞാനിക, സാമൂഹിക സേവന രംഗത്ത് ഒരിക്കലും തേച്ചു മായ്ച്ചു കളയാൻ കഴിയാത്ത മുദ്രകൾ സമർപ്പിച്ച ചരിത്രപുരുഷൻ അഷേഖുൽ ഇമാം സൈനുദ്ദീൻ ഇബ്നു അലി അൽ-മലൈബാരി റഹിമഹുല്ലാഹു വറഹിമന മഅഹു ഫിദ്ദാറൈൻ. സൈനുദ്ദീൻ കബീർ അല്ലെങ്കിൽ വലിയ സൈനുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊന്നാനിയിലെ വലിയ മഖ്ദൂമിൻ്റെ ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനിക തലത്തിലുള്ള സേവനങ്ങളും സാമൂഹിക തലത്തിലുള്ള സേവനങ്ങളും ഇസ്ലാമിക പ്രബോധന രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവുമെല്ലാമായിരിക്കും ഈ വേദിയിൽ ചർച്ചയ്ക്ക് വിധേയമാവുക. ഇവിടെ എനിക്ക് പറയാനുള്ള വിഷയം മഖ്ദൂമിൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിക സമുദ്ധാരണ രംഗത്ത് ഉണ്ടായിട്ടുള്ള സംഭാവനകൾ, അഥവാ വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ, മുസ്ലിം ലോകത്തിന് പരിചയമുള്ള ഭാഷയിൽ പറഞ്ഞാൽ, തജ്ദീദുദ്ദീൻ, ദീനിൻ്റെ തജ്ദീദ്, വിശുദ്ധ ദീനിന് ഒരു തജ്ദീദ് ഓരോ യുഗങ്ങളിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ പ്രവാചകൻ്റെ സ്ഥിരപ്പെട്ട മൊഴികളിൽ അത് കാണാൻ കഴിയും. അത് 100 കൊല്ലത്തിലൊരിക്കലെന്ന് പച്ചയായി അതിനെ പരിഭാഷിക്കേണ്ടതില്ലെങ്കിലും അനിവാര്യമായ കാലഘട്ടങ്ങളിലെല്ലാം അത് സംഭവിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കാരണം പരിശുദ്ധ ദീൻ ഇവിടെ നിലനിൽക്കണം, അതിൻ്റെ തനതായ ശൈലിയിലും സ്വഭാവത്തിലും നിലനിൽക്കണം. അതിന് പോറൽ വരാൻ സാധ്യതയുള്ള എന്തെല്ലാം സംഗതികളുണ്ടോ അത്തരം സംഗതികളെല്ലാം അടിഞ്ഞുകൂടുന്ന സമയത്ത് അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രക്രിയകൾ ഇവിടെ ഉരുത്തിരിഞ്ഞു വരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ ഉദ്ദേശം. അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ എന്ന് ഹദീസിൽ പറഞ്ഞത് ഏകദേശം ആ ഒരു കണക്കിനെ സൂചിപ്പിച്ചുകൊണ്ടാണ്. കാരണം ഒരു പ്രധാനപ്പെട്ട ഒരു സമുദ്ധാരകൻ സമൂഹത്തിൽ പ്രവർത്തിച്ചാൽ സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ഫലം ഒരു 100 കൊല്ലക്കാലമെല്ലാം നീണ്ടു നിൽക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഏകദേശം ഒരു 10-50 കൊല്ലത്തോളം വരും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സേവന രംഗം അദ്ദേഹത്തിൻ്റെ പഠന കാലാവധി അങ്ങ് കഴിഞ്ഞാൽ ഒരു 10, 25, 30 വയസ്സ് കഴിഞ്ഞാൽ ഒരു 80 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പിന്നീട് 50 കൊല്ലം അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതം ഉണ്ടല്ലോ.
അപ്പം 50 കൊല്ലം അദ്ദേഹം തന്നെ സമുദ്ധരിക്കുകയാണ്. പിന്നെ ഇവിടെ ധ്രുവീകരണത്തിന് ഇവിടെ അവസരമില്ല. അദ്ദേഹം തന്നെ പോരാളിയായിട്ട് പോർഭൂമിയിൽ, രണഭൂമിയിൽ അദ്ദേഹം ഉപവിഷ്ടനാണ്. പിന്നീട് വരുന്ന ഒരു 50 വർഷം, ആ 50 വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം എഴുതി വിട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇവിടെ ഉണ്ട്. അദ്ദേഹം അധ്യാപനം നടത്തി അദ്ദേഹത്തിൽ നിന്ന് വ്യക്തമായി നേരിട്ട് വെളിച്ചം സ്വീകരിച്ചിട്ടുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു അടുത്ത 50 വർഷവും കൂടി പൂർത്തിയായി. എൻ്റെ കാൽക്കുലേഷൻ 100% കൃത്യമായിരിക്കുമെന്ന് എനിക്ക് അവകാശവാദമില്ലെങ്കിലും ഏകദേശം ഈ റസു കുല്ലി മിഅത്തി സന എന്ന ഹദീസിനെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഏകദേശം ഒരു 100 കൊല്ലം ഒരു വ്യക്തി ഈ സമൂഹത്തിൽ സ്വാധീനിക്കുകയാണ്. ഇത് അങ്ങ് അസ്തമിക്കുമ്പോഴേക്ക് വീണ്ടും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ധ്രുവീകരണവും ഛിദ്രതയും ഈ പ്രസ്ഥാനത്തെ പിടികൂടും. അത് പിടികൂടാൻ പാടില്ല. അപ്പോഴേക്ക് അടുത്ത ഒരു സമുദ്ധാരകൻ ഈ സമൂഹത്തിൽ ഉയർത്തെഴുന്നേൽക്കണം. ഇങ്ങനെ അടുത്ത ഒരു സമുദ്ധാരകൻ വരുന്നു. ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൽ ഓരോ യുഗങ്ങളെ പരിശോധിച്ചു നോക്കിയാലും അവിടെയെല്ലാം നാഴികക്കല്ലുകളായി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന യുഗപുരുഷന്മാർ ഈ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. പലരും പലരെയും പേരെടുത്ത് പറയാറുണ്ട്. ഈ പേരെടുത്ത് പറയപ്പെടുന്നവർ മാത്രമാണ് സമുദ്ധാരകർ എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചരിത്രകാരന്മാർ അങ്ങനെ അവരുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം. അതിൻ്റെതായ ന്യായീകരണങ്ങളും ഉണ്ടാവും. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ ഇങ്ങനെ തുടങ്ങിയിട്ട് പല ആളുകളെയും ഓരോ നൂറ്റാണ്ടിലും പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട്. എന്നതുപോലെ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ദീനുൽ ഇസ്ലാമിൻ്റെ തജ്ദീദിന് വേണ്ടി ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവതരിച്ചിട്ടുള്ള ഒരു പിടി സമുദ്ധാരകരിൽ മുമ്പന്തിയിലുള്ള ആളാണ് മഹാനായ മഖ്ദൂം തങ്ങൾ. അപ്പോൾ ഒരു സമുദ്ധാരകനാകുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ദൗത്യങ്ങളുണ്ടാകും, ഒരുപാട് പ്രവർത്തന മേഖലകളുണ്ടാകും, കർമ്മ പദ്ധതികളുണ്ടാകും. ഇങ്ങനെ വിവിധങ്ങളായ കർമ്മ പദ്ധതികളിലൂടെ തൻ്റേതായ കഴിവുകളും സാധ്യതകളും തനിക്ക് നൽകപ്പെട്ടിട്ടുള്ള അവസരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വ്യക്തി സമൂഹത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ടും അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ടും നവോത്ഥാനത്തിന് വേണ്ടിയിട്ടും സമുദ്ധാരണത്തിന് വേണ്ടിയിട്ടും ശ്രദ്ധേയമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ നമുക്ക് ആ വ്യക്തിയെ ഒരു മുജദ്ദിദ് എന്ന് വിളിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇങ്ങനെയുള്ള അർത്ഥത്തിൽ നമ്മൾ പരിശോധന നടത്തുമ്പോൾ, സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, കേരളീയ ഇസ്ലാമിക പരിസരത്ത് വിശുദ്ധ ദീനിൻ്റെ സമുദ്ധാരണത്തിൻ്റെ കഥ പറയുമ്പോൾ ഏറ്റവും ആദ്യത്തിൽ പറയപ്പെടേണ്ട വ്യക്തി ഒന്നാമത്തെ മഖ്ദൂമായി ആയിരിക്കുമെന്ന വിഷയത്തിൽ സംശയമില്ല. പറയും പലരും ഉണ്ടാകാം, അതിനെയൊന്നും നമ്മൾ നിഷേധിക്കാൻ പാടില്ല, നിഷേധിക്കേണ്ടതില്ല. പക്ഷേ ഈ പരമ്പരയിലെ കേരളത്തിൽ നമുക്കറിയുന്ന ഈ പരമ്പരയിൽ നമുക്കറിയുന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, നമുക്കറിയാത്തതും ഉണ്ടാകാം. നമ്മുടെ വായനയുടെ പരിധിയിൽ നമ്മുടെ അറിവിൻ്റെ പിടിയിൽ ലഭിച്ചിരിക്കുന്ന കേരളീയ ഇസ്ലാമിക പരിസരത്തെ ഏറ്റവും ശ്രദ്ധേയനായ സമുദ്ധാരകനായിട്ട് പരിചയപ്പെടുത്തേണ്ട വ്യക്തിത്വം സൈനുദ്ദീൻ ഇബ്നു അലിയാണ് റഹിമഹുല്ലാഹ്. അതിൻ്റെതായ ധാരാളം ന്യായീകരണങ്ങളുണ്ട്. വെറുതെ ഒരു പ്രസ്താവന ഇറക്കിപ്പോവുകയല്ല. അതിൻ്റെതായ ജീവിക്കുന്ന തെളിവുകൾ, ന്യായീകരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സമർത്ഥിക്കാൻ കഴിയും. ഉദാഹരണത്തിന് വേണ്ടി മാത്രം 1-2 കാര്യങ്ങൾ പറയാൻ മാത്രമേ എനിക്ക് ഈ വേദി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ശേഷം വരുന്നവരുണ്ട് ഇവിടെ, അവർക്ക് അവരുടെ മേഖലയിൽ അവർ സംസാരിക്കുമ്പോൾ വിഷയം ഏകദേശം ഒരു പൂർത്തീകരണത്തിലെത്തും. നമുക്കറിയാം, മഖ്ദൂം തങ്ങൾ എന്നറിയപ്പെടുന്ന സൈനുദ്ദീൻ ഇബ്നു അലി ഏകദേശം 55 വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം, അല്ലേ? 55 വളരെ ചുരുങ്ങിയ പ്രായമാണ്. രണ്ടാമത്തെ മുജദ്ദിദായി ചരിത്രത്തിൽ പരിചയപ്പെടുത്തപ്പെടുന്ന വലിയ ഒരു മദ്ഹബിൻ്റെ ക്രോഡീകരണം നിർവഹിച്ച ഇമാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്ന
മുഹമ്മദ് ബിൻ ഇദ്രീസ് 54 വയസ്സുകാരനായിരുന്നു. 150 ജനിച്ച് 204 മരണപ്പെടുമ്പോൾ 54 വയസ്സാണ് ഇമാം ഷാഫി റഹിമഹുല്ലാഹുണ്ടായിരുന്നത്. അദ്ദേഹത്തെ ചരിത്രം മുജദ്ദിദായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. ധാരാളം ന്യായീകരണങ്ങൾ അതിനുണ്ട്. എന്നതുപോലെ കേവലം 55 വർഷക്കാലം കൊണ്ട് കേരളീയ ഇസ്ലാമിക ചരിത്രത്തിൽ തേച്ചുമായ്ച്ചു കളയാൻ കഴിയാത്ത, വിസ്മരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സ്വാധീനങ്ങൾ എപ്രകാരമാണ് മഖ്ദൂം തങ്ങൾ ചെലുത്തിയിട്ടുള്ളത് എന്നത് പരിശോധിക്കുമ്പോൾ വളരെ പ്രധാനമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും. അദ്ദേഹം എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൂടെ. ഇതൊക്കെ പറയുമ്പോൾ മണിക്കൂറുകൾ വെച്ച് സംസാരിക്കേണ്ട വിഷയത്തെ എങ്ങനെ ഒരു അരമണിക്കൂറിലേക്ക് സംഗ്രഹിക്കാൻ കഴിയുമെന്ന ആലോചനയിലാണ് നമ്മൾ ശങ്കിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥരചനയുടെ ലോകം അറബി ഭാഷയിൽ, ശുദ്ധമായ അറബി ഭാഷയിൽ 500 വർഷങ്ങൾക്ക് മുന്നേ ഈ കേരളത്തിലെ കേരളീയന് അല്ലെങ്കിൽ മലയാളിക്ക് എന്ന് പറയാൻ പറ്റുമെങ്കിൽ മലയാളിക്ക് സംസാരിക്കുവാൻ, തൻ്റെ കൂടപ്പിറപ്പിനെയും തൻ്റെ അയൽവാസിയെയും ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ ഒരു സ്വതസിദ്ധമായ ഭാഷ, അവൻ്റെ മാതൃഭാഷ എന്ന് പറയപ്പെടാവുന്ന ഒരു ശരിക്കുമുള്ള ഒരു ഭാഷ പോലും രൂപപ്പെടുന്നതിൻ്റെ മുമ്പ് ഒരു അന്താരാഷ്ട്ര ഭാഷയിൽ പഠിക്കുകയും, ഒരു കേരളത്തിൻ്റെ എട്ടാവട്ടത്തുള്ള ഭാഷയല്ല, കേരളത്തിൻ്റെ ഈ ചെറിയ പരിസരത്ത് പോലും ഒരു ഭാഷ രൂപപ്പെടുത്തുന്നതിന് മുമ്പ്, കേരളത്തിലെ ഈ ആബാലവൃദ്ധം ജനങ്ങൾക്ക് പോലും പരസ്പരം മനസ്സിലാക്കുവാനുള്ള ഒരു ഭാഷ ഇവിടെ ഈ പരിസരത്ത് ഒരുമിച്ച് കൂടി വരുന്നതിൻ്റെയും മുമ്പ് ഭാഷയുടെ മതിൽക്കെട്ടുകളെയൊക്കെ ഭേദിച്ചുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യ സമൂഹത്തോട് സംവദിക്കുന്ന ഭാഷയാണ് അറബി ഭാഷ. ഈ അറബി ഭാഷയിൽ, അത് ശുദ്ധമായ അറബി ഭാഷ, ഇപ്പൊ നമ്മൾ പലയിടത്തുനിന്ന് അറബി ഭാഷ കേൾക്കും, ആ മാതിരിയുള്ള അറബി ഭാഷയല്ല. ഒറിജിനൽ ഫസീഹായ അല്ലുഗത്തുൽ അറബിയ്യത്തുൽ ഫസീഹത്തു ഫി ദറജത്തിൽ ഊല, 1ാം ഗ്രേഡിൽ വരുന്ന സാഹിത്യ സമ്പുഷ്ടമായ അറബി ഭാഷയിൽ അന്നത്തെ പട്ടിണിയെയും ദാരിദ്ര്യത്തെയും വകഞ്ഞു മാറ്റിക്കൊണ്ട്, തട്ടി മാറ്റിക്കൊണ്ട് മഖ്ദൂം തങ്ങൾ ഇവിടെ നിർവഹിച്ചു. അറബി ഭാഷയിൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ എഴുതി. അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ ആഗോള മുസ്ലിം ലോകത്ത്, അന്താരാഷ്ട്ര മുസ്ലിം ലോകത്ത് എന്നാണോ അച്ചുകൂടങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അന്ന് തൊട്ട് പ്രസിദ്ധപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെ മകൻ്റെയും അറബി ഗ്രന്ഥങ്ങൾ മുസ്ലിം ലോകത്ത് അച്ചുകൂടങ്ങൾ രൂപപ്പെട്ടത് ഏത് കാലത്താണോ, ഏകദേശം ഒരു 150 കൊല്ലങ്ങളല്ലേ ആയിട്ടുള്ളൂ. 150 കൊല്ലങ്ങൾ പഴക്കമേ ഉള്ളൂ ഇതിന്. ഈ 150 കൊല്ലങ്ങൾക്ക് മുന്നേ തന്നെ അറബ് ലോകത്തുള്ള അച്ചുകൂടങ്ങളിൽ പൊന്നാനിയിൽ രചിക്കപ്പെട്ട അറബി ഗ്രന്ഥങ്ങൾ അച്ചടിക്കപ്പെടുകയും അത് അറബ് ലോകത്ത് പ്രസരണം ചെയ്യപ്പെടുകയും ചെയ്തു എന്നത് നമ്മുടെ മലയാളത്തിലുള്ള, കേരളത്തിലുള്ള പണ്ഡിതന്മാർക്ക് ലോകത്ത് ലഭിച്ചിട്ടുള്ള അംഗീകാരമാണ്. ഇവിടെ നടന്ന ഇസ്ലാമിക സമുദ്ധാരണത്തിൻ്റെ അലയൊലികളായിരുന്നു അത്. ഫത്ഹുൽ മുഈൻ ഇത് വലിയ മഖ്ദൂമിൻ്റെ പൗത്രൻ രചിച്ചതാണ്. അറബ് ലോകത്ത് എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് പ്രിന്റ് ചെയ്തത്? 150ഓളം വർഷങ്ങൾക്ക് മുന്നേ. കിതാബുൽ അദ്കിയ വലിയ മഖ്ദൂമിൻ്റെ ആത്മസംസ്കരണ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള 150-ൽ പരം ഈരടികളിൽ കോർത്തിണക്കപ്പെട്ടിട്ടുള്ള ഈ കാവ്യശകലം 150ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ അച്ചടിക്കപ്പെട്ടു. അതിൻ്റെ വലിയ വ്യാഖ്യാനമായ മസ്ലക്കുൽ അദ്കിയ അച്ചടിക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ മലയാളക്കരയിലുണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് മഖ്ദൂമി പാരമ്പര്യത്തിലുണ്ടായിട്ടുള്ള ഈ ഗ്രന്ഥങ്ങളെല്ലാം 150ഓളം വർഷങ്ങൾക്ക് മുമ്പ് അറബ് ലോകത്ത് അച്ചുകൂടങ്ങളിൽ അച്ചടിക്കപ്പെടുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു സംഗതിയല്ല. ഇന്ന് പല ആളുകളും പലതും എഴുതുന്നു, അറബിയിൽ എഴുതുന്നവരുണ്ട്. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടായിട്ട് ഈ എഴുതുന്ന എത്ര ആളുകളുടെ പുസ്തകം നമ്മുടെ ഈ കോഴിക്കോട് ടൗണിൽ അച്ചടിക്കാൻ കഴിയുന്നു? വലിയ ആളും അർത്ഥവും സ്വാധീനവും ഉണ്ടെങ്കിലൊക്കെ ചില ആളുകൾക്ക് സാധിക്കുമെന്നതിലപ്പുറം എഴുതി വെച്ചത് അച്ചടിക്കാൻ ഈ രാജ്യത്ത് പോലും സംവിധാനമില്ലാതെയാണ്
വിവരവും വിദ്യാഭ്യാസവുമുള്ള പാണ്ഡിത്യമുള്ള പല ആളുകളുടെയും അവസ്ഥയെങ്കിൽ എന്നിട്ടല്ലേ പുറം ലോകത്ത് കൊണ്ടുപോയി അച്ചടിക്കുന്നത്? എന്നാൽ ഇവരുടേത് അന്ന് പുറം ലോകത്ത് കൊണ്ടുപോയിട്ടാണ് അച്ചടിക്കപ്പെടുന്നത്. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ പരിശോധന നടത്തുന്ന സമയത്ത് ശുദ്ധമായ അറബി ഭാഷയിൽ ഇസ്ലാമിക വിജ്ഞാനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ശാഖകളിൽ അവർ കടന്നു ചെന്നു. അവർ ഗ്രന്ഥരചന നടത്തി. ഈ ഗ്രന്ഥങ്ങൾ ലോകത്ത് അറിയപ്പെട്ടു. ലോകത്തുള്ള പണ്ഡിതന്മാർ അതിന് അംഗീകാരം കൊടുക്കുന്നു. ഇതൊരു സമുദ്ധാരകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അധ്യാപന രംഗത്തെക്കുറിച്ച് കൂടുതൽ വാചാലമായി സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം അദ്ദേഹം ഏതെല്ലാം കേന്ദ്രങ്ങളിൽ അധ്യാപനം നടത്തിയെന്നും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ വിജ്ഞാന കേന്ദ്രത്തിൽ എന്തെല്ലാം വിഷയങ്ങളായിരുന്നു പഠിപ്പിക്കപ്പെട്ടിരുന്നതെന്നും ആരെല്ലാമായിരുന്നു അവിടെ അധ്യയനം നടത്തിയിരുന്നത് എന്നും എന്നതിനെക്കുറിച്ചൊന്നുമുള്ള വിശദമായ ചരിത്രം രേഖപ്പെട്ട് കടന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രയാസം. നമ്മെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ കേരളത്തിലെ മറ്റുള്ള സമൂഹത്തെ പോലെ തന്നെ മറ്റ് ഇതര മതവിശ്വാസികളെ പോലെ തന്നെ മുസ്ലിമീങ്ങളും പിറകിലാണ്. മുസ്ലിമീങ്ങൾ അല്പം മെച്ചമാണെങ്കിലും കേരളത്തിലെ സാഹചര്യം കേരളത്തിലെ മുസ്ലിങ്ങളെയും കൂടി കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൈതൃകത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും സ്വന്തം മാതാപിതാക്കളെക്കുറിച്ച് പോലും അവരുടെ വ്യക്തമായ ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. വലിയ വലിയ പണ്ഡിതന്മാരുടെ തന്നെ ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ വലിയ പാരമ്പര്യവാദികൾ എന്ന് പറയുന്ന വലിയ ഉസ്താദുമാരായ ആളുകൾ, അവരുടെ പോലും ജനിച്ചതിരിക്കട്ടെ, ജനിച്ചത് പിന്നെ ഏതായിരുന്നാലും പല ആളുകൾക്കും അബദ്ധം പറ്റുന്നതാണ്. നെവർ മൈൻഡ് ചെയ്യുന്നൊരു വിഷയമാണ് ജനനം. അതേസമയത്ത് മരിക്കുന്ന ഡേറ്റെങ്കിലും ഉണ്ടല്ലോ ഒന്ന് കൃത്യമാക്കി വെക്കൽ. മരിച്ച ദിവസവും മരിച്ച സമയവും മരിച്ച തീയതിയും ഒക്കെ വ്യക്തമായിട്ട് ഒരു ആശയക്കുഴപ്പമില്ലാത്ത കോലത്തിൽ കുറിച്ചു വെക്കുക എന്നുള്ളത് ഒരല്പം വിവേകവും പക്വതയുള്ള ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ വലിയ പണ്ഡിതന്മാരെന്ന് പറയപ്പെടുന്ന ആളുകളുടെ പോലും മരണ തീയതി പോലും നമ്മൾ പരിശോധിക്കുമ്പോൾ പലരുടേതും കിട്ടുന്നത് മേടവും എടവും ചിങ്ങവും കർക്കിടകവും ഒക്കെയാണ്. ഒന്നുകൂടി മെച്ചപ്പെട്ട ചിലപ്പോൾ ജനുവരിയും ഫെബ്രുവരിയും മാർച്ചും ഒക്കെ ഒന്നുകൂടി ഉൽപ്പതിഷ്ണുക്കളാണെങ്കിൽ ചിലപ്പോൾ കിട്ടും. പക്ഷെ ഏത് മുസ്ലിം പണ്ഡിതന്റെ ചരിത്രത്തിലാണ് മുഹറവും സഫറും റബീഉനിൽ അവ്വലും റബീഉനിൽ ആഖിറും ഉള്ളത്? ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇല്ലാത്ത പണ്ഡിതന്മാരില്ലേ ധാരാളം? മുസ്ലിം പണ്ഡിതന്മാരില്ലേ ധാരാളം? എന്തുകൊണ്ട് സംഭവിച്ചു? ഉത്തരം നിങ്ങൾ പറയാം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത്. കൊല്ലം അറിയില്ലെങ്കിൽ പിന്നെ മാസത്തിൻ്റെ പറയണോ? കൊല്ലം അറിയാത്തവന് പിന്നെ മാസം അറിയാത്തവന് പിന്നെ എന്ത് ദിവസം? അപ്പം ഇത്രയും വലിയ അന്ധകാരത്തിൻ്റെ പടുകുഴിയിൽ പല വിഷയങ്ങളിലും നമ്മളും നമ്മുടെ കൂടെയുള്ളവരും വീണുപോയിട്ടുണ്ട്. അതെല്ലാം തിരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. തിരുത്തലിൻ്റെ ഭാഗമായിട്ട് അതെല്ലാം വരേണ്ടതുണ്ട്. തിരുത്തുക എന്ന് പറയുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളും തിരുത്തണ്ടേ? അപ്പോൾ ഇതെല്ലാം തിരുത്തേണ്ട വിഷയങ്ങളാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കലണ്ടർ എന്താണ് എന്നതും അവൻ തീയതി രേഖപ്പെടുത്തേണ്ടത് എങ്ങനെയാണ് എന്നതുമെല്ലാം എല്ലാത്തിനും ഒരു പ്രോട്ടോക്കോളും ഒരു പാരമ്പര്യവും ഒരു പൈതൃകവും ഉണ്ട്. ആ പൈതൃകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ മാത്രമേ അടുത്ത തലമുറ സഞ്ചരിക്കുകയുള്ളൂ. ഇരിക്കട്ടെ, എൻ്റെ വിഷയം മാറിപ്പോകാൻ പാടില്ലല്ലോ. അപ്പോൾ മഖ്ദൂമിൻ്റെ അധ്യാപനത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണങ്ങളെക്കുറിച്ചും കൃത്യമായി സംസാരിക്കാൻ നമുക്ക് സാധിക്കാതിരിക്കുന്നത് നമ്മുടെ മാത്രം അയോഗ്യതയല്ല എന്ന് ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. നമ്മൾ ശ്രമിക്കുന്നു, പക്ഷേ ശ്രമത്തിന് ഒരു പരിധിയുണ്ട്. നമുക്ക് ഏകദേശം പറയാൻ കഴിയും പൊന്നാനിയും പരിസരവും, പൊന്നാനിയിലെ വലിയ ജുമാഅത്ത് പള്ളിയും മകനായ അബ്ദുൽ അസീസും, അതൊക്കെ നമുക്ക് ഏകദേശം പറയാൻ കഴിയും. എന്നതിലപ്പുറം ഒരു കൃത്യമായ നമ്മുടെ മനസ്സിന് പൂർണ്ണമായ ഒരു സംതൃപ്തി നൽകുന്ന വിധത്തിലുള്ള ഒരു ഉത്തരം ഈ വിഷയങ്ങളിലൊക്കെ അജ്ഞമാണ്, അപ്രത്യക്ഷമാണ്. ചെറിയ മഖ്ദൂമിൻ്റെ ജനനവും മരണവും പോലും അറിയില്ല. ചെറിയ മഖ്ദൂം എന്ന് പറഞ്ഞാൽ വലിയ മഖ്ദൂമിനേക്കാളും വലിയ ചെറിയ ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ജനന തീയതി അറിയുമോ? വലം യതഹറർ താരീഖ് മൗലിദിഹി വ വഫാത്തിഹി. മലബാരി ഷാലിയാത്തി പറഞ്ഞതാ, അഹമ്മദ് ഷാലിയാത്തി പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ ജനന തീയതിയും അദ്ദേഹത്തിൻ്റെ മരണ തീയതിയും കൃത്യമല്ല. ആരുടെ അത് പറയുന്നത്?
ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ആ കാലഘട്ടത്തിലുള്ള. അപ്പോൾ ചരിത്രം സൂക്ഷിക്കുന്നിടത്ത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ എന്ന് പറയരുത് കേട്ടോ, ചരിത്രം സൂക്ഷിക്കുന്നിടത്ത് ലോകത്തെ ഏറ്റവും വലിയ സമുദായം മുസ്ലിം ഉമ്മത്താണ്. 5 ലക്ഷം വരുന്ന വ്യക്തികളുടെ വ്യക്തമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ സമുദായത്തിന് മാത്രമാണ് എന്ന് ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നബിയുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിനെ അടുത്ത തലമുറയിലേക്ക് ഒപ്പിയെടുക്കുക എന്ന ദൗത്യം, ആ ദൗത്യത്തിൻ്റെ ഭാഗമായി, ആ ദൗത്യത്തിലെ കൃത്യത പാലിക്കാൻ വേണ്ടി, ആ കൃത്യതയുടെ പരിപാലനത്തിൻ്റെ വിഷയത്തിൽ അതിൻ്റെ ഭാഗമായി കൈമാറ്റ ശൃംഖലയെക്കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഉള്ള പഠനത്തിൻ്റെ ഭാഗമായി 5 ലക്ഷത്തോളം വരുന്ന വ്യക്തിത്വങ്ങളുടെ വ്യക്തമായ ചരിത്രം, ജനിച്ചതും ജീവിച്ചതും മരിച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും, കൊള്ളാവുന്നവനാണോ തള്ളേണ്ടവനാണോ തള്ളപ്പെടേണ്ടവനാണോ എന്ന വിഷയങ്ങൾ ഉൾപ്പെടെ 5 ലക്ഷത്തോളം 500,000 വരുന്ന വ്യക്തിത്വങ്ങളുടെ ചരിത്രം വ്യക്തമായി കോറിയിടപ്പെട്ടിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുള്ളത് പടിഞ്ഞാറൻ പണ്ഡിതന്മാരാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളെ കുറിച്ചാണ്. കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തിൻ്റെ കൈമാറ്റ ശൃംഖലയിൽ അവർ കണ്ണികളല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ചർച്ചയ്ക്ക് അവിടെ വലിയൊരു പ്രസക്തിയൊന്നുമില്ല. പിന്നെ ഒരു ചരിത്ര വിദ്യാർത്ഥിയുടെ ജിജ്ഞാസക്ക് ഉത്തരം നൽകുക എന്നതിലൊക്കെ, അതിലപ്പുറം ഹാഫിദ് ദഹബിക്കോ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിക്കോ കേരളത്തിലെന്തു? കേരളീയ ഇസ്ലാമിൻ്റെ ചരിത്രം അന്വേഷിക്കേണ്ട ആവശ്യം ഇൽമുൽ ഹദീസ്, ഇൽമു സുന്നത്ത് പഠിക്കുന്ന ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പം അത് ഒരു വലിയ പരാജയമൊന്നുമല്ല. പക്ഷേ നമ്മുടെ സമ്പൂർണതയിൽ അത് ഒരു കുറവാണ്. മുസ്ലിം ഉമ്മത്ത് എന്ന നിലയിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പൂർത്തീകരണത്തിന് ചെറിയ ഒരു കുറവ് അവിടെ വന്നിട്ടുണ്ട്. അത് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നികത്താണ്, അത്രമാത്രം. ഇനി മഖ്ദൂം തങ്ങളുടെ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ, വലിയ മഖ്ദൂമിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വിഷയം വളരെ സംഗ്രഹിക്കുകയാണ്. ഗ്രന്ഥങ്ങളുടെ ഉള്ളിലേക്ക്, ഗ്രന്ഥങ്ങൾ പലതും ഇനിയും പലതും പുറത്തേക്ക് വരാനിരിക്കുന്നു, പലതും പുറത്തേക്ക് വന്നു, ആളുകൾ പരിചയപ്പെട്ടു. ഈ പരിചയപ്പെട്ടതിനെ തന്നെ ഇനിയും നമ്മൾ വീണ്ടും പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അതിനൊക്കെ ഗവേഷകരായ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് വളർന്നു വരണം. മുസ്ലിം ലോകത്ത് ഇന്ന് അതിനൊക്കെയുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ, തിരുശേഷിപ്പുകൾ, അവയെല്ലാം അർഹിക്കുന്ന വിധത്തിൽ കൈകാര്യം ചെയ്ത് വളരെ ഭംഗിയായി കെട്ടിലും മട്ടിലും ആകർഷണീയമായ ശൈലിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇതിനെല്ലാം പ്രകാശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ മുസ്ലിം ലോകത്ത് ഇടതടവില്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ലോകം വേറെയാണ്. പക്ഷേ ഇതിൽ നമ്മുടെ മലബാറിലെ പണ്ഡിതന്മാർക്ക് ഇതിലുള്ള റോൾ എന്ത് എന്നതാണ് നമ്മൾ ഇത്തരമൊരു വേദിയിൽ ചർച്ച ചെയ്യേണ്ടത്. കേരളീയ പണ്ഡിതന്മാർക്ക് ഇതിൽ എന്ത് റോളാണുള്ളത്? ഇബ്നു ഹജറിൽ അസ്കലാനിയുടെ ഗ്രന്ഥങ്ങൾ അറബ് ലോകത്ത് വളരെ ആവേശപൂർവ്വം സ്വീകരിക്കപ്പെടുന്നുണ്ട്, അച്ചടിക്കപ്പെടുന്നുണ്ട്, പ്രസിദ്ധം ചെയ്യപ്പെടുന്നുണ്ട്. അത് കാശ് കൊടുത്ത് വാങ്ങാൻ വേണ്ടി ഡോളറും യൂറോയും കൊടുത്തുകൊണ്ട് അത് വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറുകളിൽ തടിച്ചുകൂടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കെയ്റോ ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര ബുക്ക് ഫെയർ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെയൊക്കെ പോയാൽ ഈ ബുക്ക് ഫെയറിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പോലും നമുക്ക് കഴിയില്ല, തിക്കും തിരക്കും കാരണം. 10,000-കണക്കിന് ആളുകളാണ് കൂലം കുത്തിയൊഴുകുന്നത്. ഈ മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ വളരെ ഭംഗിയായി, വളരെ ആകർഷണീയമായ ശൈലിയിൽ അടുക്കി വച്ചിരിക്കുന്നത് സ്വർണത്തിൻ്റെ വില കൊടുത്ത് വാങ്ങിയിട്ട് അവനവൻ്റെ നാടുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഗവേഷകന്മാരായ പണ്ഡിതന്മാരായ ധാരാളം ആളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ കോവിഡ് സാഹചര്യത്തിലും കൂലം കുത്തിയൊഴുകുന്നതിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കാണാൻ കഴിയുകയാണ്. പക്ഷെ ഇവിടെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ ഭാഗധേയം എന്ത് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. നമ്മുടെ പ്രവർത്തന മേഖല അങ്ങോട്ട് വികസിക്കട്ടെ. ഈ പ്രവർത്തിക്കാൻ മേഖലയില്ല, എല്ലാവർക്കും ചാരിറ്റിയാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും പള്ളി ഉണ്ടാക്കലാണ്, ഇനി എന്ത് പ്രവർത്തിക്കാനെന്ന്. അങ്ങനെയല്ല, ധാരാളം മേഖലകൾ പ്രവർത്തിക്കാനുണ്ട്. എത്രയോ മേഖലകൾ ബ്ലാങ്ക് ആയിട്ട് ആ മേഖലയിൽ സന്നദ്ധരായിട്ടുള്ള ആളുകളെ, സന്നദ്ധ ഭടന്മാരെ ലഭിക്കാതെ ശൂന്യമായി കിടക്കുന്ന ധാരാളം മേഖലകളുണ്ട്.
ഇസ്ലാമിക സേവന രംഗത്ത് വട്ടപൂജ്യമായി നിൽക്കുന്ന മേഖലകളിലേക്ക് കയറി ചെല്ലാൻ ഇവിടെ ആളുകളില്ല. കയറി ചെല്ലുന്ന ആളുകൾക്ക് സഹായം നൽകാൻ ഇവിടെ സഹായിക്കുന്ന കരങ്ങളില്ല. ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മുസ്ലിം സംഘടനകൾ എന്ന് പറയുന്നത്? പരസ്പരം വഴക്കടിക്കാനും പോരടിക്കാനും തമ്മിൽ ചീത്ത പറയാനും വേണ്ടിയാണോ? അപ്പം ഇത്തരം മേഖലകളിൽ കൂടി നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മഖ്ദൂമിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വലിയ മഖ്ദൂമിൻ്റെ കൂടുതലൊന്നും ആ വിഷയത്തിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്ന് സംസാരിക്കുന്നില്ല, കാരണം എവിടെ എത്തൂല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കിതാബുൽ അദ്കിയ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ എത്തുമെന്ന് അറിയില്ല. കിതാബുൽ അദ്കിയ എന്ന് പറയുന്നത് 183 വരികൾ വരുന്ന കാവ്യമാണ്, അറബി കവിത. അതിൻ്റെ ഇതിവൃത്തം ആത്മസംസ്കരണമാണ്. വമൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് എന്ന് പ്രസിദ്ധമായൊരു ഹദീസിൽ നമ്മളെല്ലാവരും കേട്ടതാണല്ലോ. ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും പഠനം കഴിഞ്ഞിട്ട് 3ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കുന്ന വിഷയമാണ് അൽ ഇഹ്സാൻ, ഇഹ്സാനിൻ്റെ മേഖല. പിന്നീട് സൂഫിസം എന്നും തസൗഫ് എന്നും ഒക്കെയുള്ള പേരിൽ പല പേരിലും അറിയപ്പെട്ടെങ്കിലും ഇസ്ലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇൽമുൽ ഇഹ്സാൻ, ഇൽമു തർബിയ, ഇൽമു തസ്കിയ, ഈ വിഷയത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കിതാബുൽ അദ്കിയ, അതിന് വളരെ ആകർഷണീയമായ ശൈലിയിൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ കൊച്ചുകൃതി അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ അസീസ് എന്ന പണ്ഡിതൻ ആ കൃതിക്ക് 2 വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. മസ്ലക്കുൽ അത്ഖിയ എന്ന വലിയ വ്യാഖ്യാനവും ഇർഷാദുൽ അലിബ എന്ന ചെറിയ വ്യാഖ്യാനം. ഇത് രണ്ടും അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധം ചെയ്യപ്പെട്ടതാണ്. മസ്ലക്കുൽ അത്ഖിയ 125 കൊല്ലങ്ങൾക്ക് മുമ്പ് കെയ്റോയിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. ഇർഷാദുൽ അലിബ ഏകദേശം ഒരു 8-10 വർഷങ്ങൾക്ക് മുമ്പ് വിനീതനായ എൻ്റെ തന്നെ ശ്രമഫലമായി കുവൈത്ത് ദാറുദിയയിൽ പ്രിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെ ആകർഷണീയമായ കെട്ടിലും മട്ടിലും. ഇപ്പോൾ ഈ മസ്ലക്കുൽ അത്ഖിയ എന്ന് പറയുന്ന നേരത്തെ പ്രസിദ്ധം ചെയ്യപ്പെട്ട 125 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധം ചെയ്യപ്പെട്ട മസ്ലക്കുൽ അത്ഖിയ, അത് അതിൻ്റെ പഴയ ശൈലിയിൽ, ഈജിപ്തിലെ പഴയ അച്ചുകൂടത്തിൽ ആ പഴയ ശൈലിയിൽ അച്ചടിക്കപ്പെട്ടു. അത് പിന്നെ മാർക്കറ്റിൽ ലഭ്യമല്ലാത്ത ഒരവസ്ഥ വന്നു. ഇനി വായനാലോകത്ത് ആ ഗ്രന്ഥം നിലനിൽക്കണമെന്ന് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ പേരിൽ അതിനു വേണ്ടി സേവനം ചെയ്യാൻ ഉദ്ദേശിച്ചു. അങ്ങനെ ആ ഗ്രന്ഥത്തെ വീണ്ടും പൊടി തട്ടിയെടുത്തുകൊണ്ട് പുനഃപ്രസിദ്ധീകരിക്കാൻ വിനീതനായി എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതാണ് ഇത് മസ്ലക്കുൽ അത്ഖിയ. ഞാനൊരു കിതാബിൻ്റെ പരസ്യം പറയുകയല്ല, പക്ഷെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് 625 പേജ് വരുന്ന ഈ വലിയ ഗ്രന്ഥം, ഇത് അന്താരാഷ്ട്ര ലെവലിൽ മുസ്ലിം ലോകത്തെ പുകൾപ്പെട്ട വലിയ ഇമാമിങ്ങളുടെ ഗ്രന്ഥത്തിൻ്റെ നിലവാരത്തിൽ, ശൈലിയിൽ, സ്വഭാവത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ ഗ്രന്ഥം അതേ കെട്ടിലും മട്ടിലും തന്നെ അതിൻ്റെതായ ആകർഷണീയതയിൽ തന്നെ പുറത്ത് ഇറങ്ങണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് ശ്രമിക്കുകയും നമ്മളത് ഇവിടെ പുറത്തിറക്കുകയും ചെയ്തു. അതിവിടെ നമ്മുടെ കേരളത്തിലാണ് പ്രസിദ്ധം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇത് പുറത്തും പ്രസിദ്ധം ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് അത് നടക്കും. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം പറയുന്നത് കേരളത്തിലാണ് ഇത് പ്രസിദ്ധം ചെയ്തിട്ടുള്ളത്. ഇതിന് നല്ല കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങളും അടിക്കുറിപ്പുകളും ഈ ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട പഠനങ്ങളും എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് വായനാലോകത്തിന് മുമ്പിൽ വിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ വായിക്കുന്ന, മുസ്ലിം ലോകത്തിൻ്റെ ഭാഷയിൽ വായിക്കാൻ അറിയുന്ന ഗവേഷകന്മാരുടെയും വിദ്യാർത്ഥികളുടെയും പണ്ഡിതന്മാരുടെയും മുമ്പിൽ ഈ ഗ്രന്ഥത്തെ സമർപ്പിക്കാൻ സാധിക്കുക എന്നത് ഈ വലിയ സമുദ്ധാരകനോട് നമ്മൾ ചെയ്യുന്ന എളിയ ഉപകാരങ്ങളിൽ അല്ലെങ്കിൽ വളരെ ചെറിയ നന്ദിയുടെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇത്തരത്തിലുള്ള സുഹൃതങ്ങൾ പ്രചരിപ്പിക്കുവാൻ നമുക്ക് സമയമുണ്ടാകണം. നമ്മുടെ ചിന്തകൾ അങ്ങോട്ട് പ്രവർത്തിക്കണം. ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലൂടെ ഒരു ചെറിയ പരിശോധന നടത്തുകയാണെങ്കിൽ, എൻ്റെ വിഷയത്തിൻ്റെ കേന്ദ്രത്തിൽ തന്നെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വന്ന് നോക്കുമ്പോൾ സമുദ്ധാരണത്തിൻ്റെ വിഷയത്തിൽ മഖ്ദൂം തങ്ങൾ ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിൽ സൂഫിസം പറയുന്ന ഈ സൂഫിസം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് ഒരു അരോചകമാണ്. എന്ത് സൂഫിസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പിന്തിരിപ്പൻ ശൈലി, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് കുതിക്കേണ്ട സമൂഹത്തെ പുറകോട്ടേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു സിദ്ധാന്തം എന്നൊക്കെ പെട്ടെന്ന് അറിയാതെ ധരിച്ചു വശായി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സൂഫികൾ എന്ന് പറയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ചില ആളുകൾക്ക് പങ്ക് ഉണ്ട് എന്നതിലും സംശയമില്ല.
അതിനെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഗ്രന്ഥത്തിൽ പോലും മുസ്ലിം ഉമ്മത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി വലിയ മഖ്ദൂം എപ്രകാരമാണ് ശ്രമിച്ചത് എന്ന് അതിനുള്ള 1, 2, 3 ഉദാഹരണങ്ങൾ മാത്രം ആണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിലപ്പുറം സമയം ലഭിക്കാത്തത് കൊണ്ട് ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഇതിലൊരുപാട് അധ്യായങ്ങളുണ്ട്. കിതാബുൽ അദ്കിയ എന്ന ഈ ചെറിയ കിതാബിൽ തന്നെ നിരവധി അധ്യായങ്ങളുണ്ട്. കിതാബു തൗബ അല്ലെങ്കിൽ ബാബു തൗബ, ബാബുൽ സുഹദ്, ബാബുൽ ഉസ്ല, ബാബുൽ ഖനാ, ബാബു ത്വലബിൽ ഇൽമി ശർഈ, ഇങ്ങനെ തുടങ്ങി നിരവധി അധ്യായങ്ങളുണ്ട്. ചെറിയ ചെറിയ അധ്യായങ്ങൾ, പക്ഷെ അതൊക്കെ വലിയ വലിയ ആശയങ്ങളെ ഉൾക്കൊള്ളുന്ന ചെറിയ ചെറിയ അധ്യായങ്ങളാണ്. ഇതിൽ മഖ്ദൂം തങ്ങൾ ഒരു അധ്യായത്തിൽ പറയുന്ന ഒരു വിഷയമുണ്ട്. അദ്ദേഹം അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി വളരേണ്ട ഒരുത്തൻ, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറയും. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അത്ഭുത സിദ്ധികൾ കാണിക്കുന്ന സിദ്ധന്മാർ എന്ന അർത്ഥം വെച്ചിട്ട് പെട്ടെന്ന് തടി തപ്പുന്ന സ്വഭാവക്കാരായിരിക്കുകയില്ല എൻ്റെ മുമ്പിലുള്ളത് എന്ന് എനിക്കറിയാം. എങ്കിലും ഞാൻ പറയുകയാണ്, ഔലിയാ ഉള്ളാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ. വലിയ എന്ന വാക്കിൻ്റെ ആദ്യത്തെ അർത്ഥം മിത്രം എന്നാണ്. ചില ആളുകൾ സഹായി എന്ന അർത്ഥം വെക്കലുണ്ട്, സഹായം കിട്ടാൻ വേണ്ടിയിട്ട്. അൽ വലിയ നാസിർ എന്നൊക്കെ അർത്ഥം വെക്കലുണ്ട്. സഹായം എന്ന് പറയുന്നത് മഹബത്ത് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സംഗതിയാണ്. ബേസിക്കലി വേണ്ടത് സ്നേഹമാണ്. സ്നേഹം ഉണ്ടാക്കുമ്പോൾ സഹായിക്കും, അല്ല സഹായിക്കുമ്പോൾ സ്നേഹം ഉണ്ടാവലല്ല. ഇവിടെ ആദ്യം തന്നെ വലിയ എന്ന് പറയുമ്പോൾ സഹായം കിട്ടുമോ എന്ന് പറഞ്ഞ് സിദ്ധാന്തിക്കാൻ വേണ്ടിയിട്ടല്ല വിലായത്ത് എന്ന് പറയുന്നത്. വിലായ അല്ലെങ്കിൽ വലായ, വലായ വിലായ എന്നൊക്കെ പറയുമ്പോൾ സ്നേഹമാണ്. അല്ലാഹു വലിയുല്ലദീന ആമനു, വിശ്വാസികളുടെ സ്നേഹിതൻ, വിശ്വാസികളുടെ മിത്രം. ലാ തതവല്ലൗ ഖൗമൻ ഗളിബല്ലാഹു അലൈഹിം യാ അയ്യുഹല്ലദീന ആമനു ലാ തതവല്ലൗ വമൻ യതവല്ലഹും. ഇങ്ങനെ ഡസൻ കണക്കിന്, 100 കണക്കിന് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ തെറ്റായി പോയേക്കും. ഡസൻ കണക്കിന് ആയത്തുകളിൽ പരിശുദ്ധ ഖുർആനിൽ വലായത്ത് എന്നും വിലായത്ത് എന്നും തവല്ലി എന്നും തവല്ല എന്നും യതവല്ല എന്നും തവല്ലൗ എന്നും ഒക്കെയുള്ള വിവിധ ശൈലികളിൽ അല്ലാഹു പ്രയോഗിച്ചിട്ടുള്ളതെല്ലാം സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക, മിത്രങ്ങളാക്കുക, കൂട്ടുകാരാക്കുക എന്ന അർത്ഥത്തിനാണ്. സ്നേഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സഹായിക്കും, ശർഈയായ മാർഗത്തിലുള്ള സഹായങ്ങളുണ്ടാകും. ഇവിടെ അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായി വളരേണ്ട ഒരുത്തൻ അഥവാ ത്വരീഖുൽ ഔലിയ, അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായി വളരേണ്ട ഒരുത്തൻ്റെ വഴി, അവൻ്റെ ത്വരീഖ് എന്ന് പറയുമ്പോഴും തെറ്റിദ്ധരിക്കണം. ഇപ്പം ത്വരീഖത്ത് കൂടെ നേട്ടിട്ടില്ലേ? അങ്ങനല്ല, ആ ത്വരീഖല്ല മഖ്ദൂം പരിചയപ്പെടുത്തുന്ന ത്വരീഖ്. ജേതാ ത്വരീഖത്ത് നോക്കും, എന്നിട്ട് ഏതെങ്കിലും ഒരു ഖുറാസാനുക്കോ സമർക്കന്ദുക്കോ നീട്ടിപ്പറയും. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമ്മളെ കോഴിക്കോട് പരിസരത്തൊക്കെ ഉണ്ട് ഇപ്പോൾ കേന്ദ്രങ്ങൾ ത്വരീഖത്തിൻ്റെ. ആ ത്വരീഖത്തല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ത്വരീഖ്. മഖ്ദൂം തങ്ങൾ പഠിപ്പിക്കുന്ന ത്വരീഖ് അതല്ല, മറിച്ച് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുവാനുള്ള വഴി. അത് ഏത് കൂടെയും പോകാം, കോഴിക്കോട്ട് കൂടെയോ ബഗ്ദാദ് കൂടെയോ സമർക്കന്ത് കൂടെ ഒന്നും കൃത്യ പോയിൻ്റൊന്നും അതിനില്ല. ഇങ്ങനെയുള്ള വഴി, ഈ വഴി ചില കണ്ടീഷനുകൾ ആ വഴിക്കുണ്ട്, ചില ഉപാധികൾ. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഉപാധികളെല്ലാം വലിയ മഖ്ദൂം ഈ ഗ്രന്ഥത്തിൽ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയാണ് ത്വലബുൽ ഇൽമി ശർഈ, ശർഈയായ ഇൽമു പഠിക്കുക. ശർഈയായ ഇൽമു പഠിക്കുക, അള്ളാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള വഴി. അത് പറയുമ്പോഴും ചില പോയിന്റുകൾ പറയാതിരിക്കാൻ വയ്യ, കാരണം ഇപ്പോൾ ഒക്കെ ശർഈയായ ഇൽമാണ്. ഇപ്പം മെഡിക്കൽ കോളേജ് പഠിക്കലും ശർഈയായ ഇൽമാന്ന് പറയുന്നവരുണ്ട്. ശർഈയായ ഇൽമു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ആളുകൾ സംസാരിക്കുന്നത്. എൻജിനീയറിങ്ങിന് അത് ശർഈയായ ഇൽമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പഠിക്കല്ലേ, അള്ളാഹിൻ്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ബിസ്മീൻ ചൊല്ലിയാണ് പഠിക്കാൻ തുടങ്ങിയാൽ ഒക്കെ ശർഈ. അങ്ങനെയല്ല, ബിസ്മീൻ ചൊല്ലിയാണ്ട് ചെയ്താൽ എല്ലാം ശർഈയായിക്കൊള്ളുന്നില്ല. ബിസ്മീൻ ചൊല്ലി ചെയ്യുന്നതൊക്കെ മുബാഹായ സംഗതികൾ, നല്ല നെയ്യത്തിൻ്റെ അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് കൂലി കിട്ടും. നല്ല നെയ്യത്തോടു കൂടി ഒരാൾ മെഡിസിൻ പഠിക്കുകയാണെങ്കിൽ അതൊരു ജിഹാദാണെന്ന് വേണമെങ്കിൽ അതിനെ പറ്റി പറയാം. അതൊരു വലിയ പുണ്യകർമ്മമാണ്. നല്ല നെയ്യത്തോടു കൂടി മുസ്ലിം ഉമ്മത്തിൻ്റെ സമുദാരണത്തിന് വേണ്ടി എന്ന് നെയ്യത്തും ചെയ്ത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിത സന്ധാരണത്തിന് വേണ്ടി എന്ന് നെയ്യത്ത് ചെയ്ത് ഒരുത്തൻ എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെങ്കിൽ, ജേർണലിസം പഠിക്കുകയാണെങ്കിൽ അതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞാൽ ധർമ്മസമരമാണ്. അതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ശർഈയായ ഇൽമു എന്ന് പറയാൻ പറ്റില്ല. ശർഈയായ ഇൽമു എന്നതിന് വളരെ വ്യക്തമായ കണിശമായ നിർവചനമുണ്ട്.
അത് ഇൻഷാ അല്ലാഹ് പിന്നീട്, ഇപ്പോൾ ഈ വേദിയിൽ അത് പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ശർഈയായ ഇൽമ് പഠിക്കുക എന്നത് അള്ളാഹുവിലേക്ക് എത്തിച്ചേരുവാനുള്ള, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ പെടുവാനുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപാധികളിൽ ഒരു ഉപാധിയാണ്. ഇൽമ് പഠിക്കാതെ, അന്തല്ലാതെ, യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാതെ, യാതൊരു വിവരമില്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരുത്തം വന്നിട്ട് ഞാൻ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റൂല എന്ന് ചുരുക്കം. വിവരം വിദ്യാഭ്യാസം വേണം എന്ന് ചുരുക്കം. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ മഖ്ദൂം തങ്ങൾ പറയാണ്, ഞാൻ മഖ്ദൂം തങ്ങളുടെ സമുദാരണത്തിൻ്റെ ഒരു ശൈലി സൂചിപ്പിക്കുകയാണ്. വബ്ദ ബി ഫർളിൽ ഐനി സുമ്മ അമൽ ബിഹി. പഠിക്കാൻ വേണ്ടി നമ്മൾ ശർഈയ ഇൽമ് പഠിക്കണം എന്ന് പറഞ്ഞല്ലോ. ശർഈയ ഇൽമിൻ്റെ പല മേഖലകളുണ്ട്. അതിൽ പ്രിയോറിറ്റികൾ കൊടുക്കണം. ഓരോന്നിനുണ്ടാവും പ്രിയോറിറ്റി. ആദ്യം ചെയ്യേണ്ടത് ഇത്, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത്. ഇന്നിപ്പോൾ പ്രിയോറിറ്റി ഒന്നും ഇല്ല മിക്കവാറും ആളുകൾക്ക്. ഇവിടെ മുഖ്യധാര എന്ന് പറയുന്ന ആളുകൾക്ക് ഏതായിരുന്നാലും പ്രിയോറിറ്റി ഇല്ല. ഏറ്റവും അവസാനം ചെയ്യേണ്ട ആദ്യം ചെയ്യും, ആദ്യം ചെയ്യേണ്ടത് ചിലപ്പോൾ തീരെ ചെയ്യൂല. ഇരിക്കട്ടെ, മഖ്ദൂം തങ്ങൾ പറയുന്നത് നമുക്ക് പ്രിയോറിറ്റി ഉണ്ട്. ശർഈയ ഇൽമിലാണെങ്കിലും ശരി, അവിടെയും പ്രിയോറിറ്റി ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് ബി ഫർളിൽ ഐനി സുമ്മ അമൽ ബിഹി. നിനക്ക് ശാരീരികമായി, നിനക്ക് ഐച്ഛികമായി നിന്റെ വ്യക്തിത്വത്തെ നേരിട്ട് ബാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് ആദ്യം നീ പഠിക്കുക. അതായത് നിന്റെ നിസ്കാരം, നിന്റെ നോമ്പ്, നിന്റെ സക്കാത്ത്, നിന്റെ ഹജ്ജ്, അതെല്ലാം കൃത്യമായി ആദ്യം പഠിക്കും. കാരണം ആദ്യം നിന്റെ കാര്യം സേഫാക്കി വെക്കണം. ഖു അൻഫുസകും വഅഹ്ലീകും നാർ. അപ്പം ആദ്യം നിന്റെ കാര്യം സേഫാക്കി വെക്കാൻ വേണ്ടി നീ ഈ വിഷയങ്ങളൊക്കെ കൃത്യമായി ആദ്യം പഠിക്കുക. നമ്പർ 1. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്വന്തം മാത്രം നോക്കിയാൽ പോരല്ലോ, മുസ്ലിം ഉമ്മത്തിന് നോക്കണ്ടേ, മറ്റുള്ള ആളുകൾക്കും വിദ്യാഭ്യാസം കൊടുക്കണ്ടേ, മറ്റുള്ളവൻ്റെ നിസ്കാരവും നോക്കണം. അപ്പം അതിനു വേണ്ടി ആ വിഷയത്തിലേക്ക് രണ്ടാമത് ഇറങ്ങുക. അതുകൊണ്ട് പറയാണ് ആ തർത്തീബ് അനുസരിച്ച് സുമ്മൽ കിതാബി ഫസുന്നത്തിൻ മുതറത്തില. അപ്പം ആദ്യം അത്യാവശ്യമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് 12:30 മണി സമയത്ത് ഒരുത്തൻ ഇസ്ലാമിലേക്ക് കടന്നു വരിക. ഉദാഹരണം പറയാം, ഉച്ച സമയത്ത് 12:30 മണി സമയത്ത് ഒരുത്തൻ ഇസ്ലാമിലേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ് വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന്. ആ കടന്നു വരുന്ന സമയത്ത് ഓന് കലിമയും ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലി ദീനുൽ ഇസ്ലാമിലേക്ക് വന്നാൽ ഓൻ ആദ്യം തന്നെ പോയിട്ട് ഖുർആനും സുന്നത്തും എടുത്തുവെച്ച് വായിച്ച് മറിച്ച് കുത്തിർക്കല്ല വേണ്ടത്. പിന്നെ ആദ്യം ചെയ്യേണ്ടത് ബാങ്ക് കൊടുത്തു, ളുഹറിൻ്റെ ബാങ്ക് കൊടുത്തില്ലേ, അപ്പോൾ ളുഹർ നിസ്കരിക്കാനുള്ള വശം കാര്യങ്ങൾ ഓൻ പഠിച്ച് മനസ്സിലാക്കണം. കാരണം അവൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി, ഓൻ ഇപ്പോൾ ഇസ്ലാമിലേക്ക് ഇപ്പോൾ ജസ്റ്റ് ന്യൂ കമറാണ്, അപ്പം അങ്ങ് വന്നതാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഡ്യൂട്ടി, ഇപ്പോഴത്തെ ഡ്യൂട്ടി ളുഹർ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതോൻ അറിയില്ല, കാരണം ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ അവൻ ആദ്യമായിട്ട് അവിടെ ചെയ്യേണ്ടത് ആ ളുഹർ നിസ്കാരത്തിൻ്റെ രൂപം പഠിക്കുക, എന്നിട്ട് ആ നിസ്കാരം പൂർത്തിയാക്കുക. അത് കഴിഞ്ഞിട്ട് ഖുർആൻ എടുത്തോട്ടെ, അത് കഴിഞ്ഞിട്ട് സ്വഹീഹുൽ ബുഖാരി എടുത്തോട്ടെ. ഖുർആൻ എടുക്കണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ പ്രിയോറിറ്റി അനുസരിച്ച് ചെയ്യുക ഉണ്ടോ. അപ്പം നമ്മളെ സംബന്ധിച്ചത് ബാധകമല്ല, നമ്മൾ നേരത്തെ ഇസ്ലാമിലുള്ളവരാണ്. ഇത് ഓരോരുത്തരെ സംബന്ധിച്ച് ബാധകമാകുന്ന ശൈലിയിൽ നമ്മൾ അധ്യാപനം നടത്തണം. എന്നിട്ട് മഖ്ദൂം തങ്ങൾ പറയണം സുമ്മൽ കിതാബി ഫസുന്നത്തിൻ മുതറത്തില. അപ്പോൾ ഫർള് ഐനായ കാര്യങ്ങളൊക്കെ നീ കൃത്യമായി ആദ്യം തന്നെ പഠിച്ചിട്ട് പിന്നീട് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരാകാൻ വേണ്ടി വരുന്നവരാണ് സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ വഴിയിലേക്ക് കടക്കുന്നവരോട് സംസാരിക്കണം മഖ്ദൂം. നീ എന്താ അടുത്ത് ചെയ്യേണ്ടതെന്നറിയോ? ഖുർആനും സുന്നത്തും പഠിക്കണം. ഇത് മഖ്ദൂമിൻ്റെ ശൈലി, മഖ്ദൂമിൻ്റെ ഭാഷ. സുമ്മൽ കിതാബി ഫസുന്നത്തിൻ മുതറത്തില. ഇന്ന് നിങ്ങൾ നോക്കി ഖുർആനും സുന്നത്തെന്ന് നമ്മളെവിടെങ്കിലും പറഞ്ഞാൽ നമ്മളെപ്പറ്റി ആരെന്തും വിചാരിക്കുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഖുർആനും സുന്നത്തും ഇത് മഖ്ദൂം തങ്ങൾ പറഞ്ഞതാണ്. 400 കൊല്ലങ്ങൾക്ക് അപ്പുറം, 500ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മഖ്ദൂം പറഞ്ഞതാണ്. ആരോടാണ് ഇത് പറയുന്നത്? അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് യാത്ര ചെയ്യാൻ പോകുന്നവനോടാ പറയുന്നത്. നീ ആദ്യമായിട്ട് ചെയ്യേണ്ട പണികൾ ഖുർആൻ സുന്ന പഠിക്കുക. സമുദാരണത്തിൻ്റെ ശൈലിയാണിത്. ഇന്നിപ്പോൾ ചില ആളുകൾ, ഞാൻ നേരിട്ട് കേട്ട പ്രസംഗങ്ങളാണ്, നമ്മൾ റസൂലുള്ളാഹിൻ്റെ ഹദീസ് തോനെ ഇപ്പോൾ പഠിച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഹദീസ് പഠിക്കും തോറും സംശയം കൂടി വരും. ഹദീസ് പഠിക്കും തോറും സംശയങ്ങൾ കൂടി വരും. അപ്പോൾ അതുകൊണ്ട് പഠിക്കണ്ട, വസ്വാസിലായി പോകും. എന്ത് സംശയം? ഏത് വിഷയത്തിൽ സംശയം? നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച ചില വിഷയങ്ങൾ അത് ഉടായിപ്പുകളാണെങ്കിൽ അത് മാറ്റേണ്ടത് തന്നെയല്ലേ? അത് ഉടായിപ്പാണ് എന്ന് നമുക്ക് തിരിഞ്ഞു പോകും. ഹദീസ് പഠിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഹദീസ് പഠിക്കണ്ട, ആ ഉടായിപ്പ് തന്നെ തന്നാൽ മതി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നേരത്തെ പഠിച്ചു വെച്ചത് കൃത്യമാണെങ്കിൽ, നേരത്തെ പഠിച്ചു വെച്ചത് ഹക്കാണെങ്കിൽ, നേരത്തെ പഠിച്ചു വെച്ചത് സത്യസന്ധമാണെങ്കിൽ ഇൽമുൽ ഹദീസ് എങ്ങനെ അതിനെ സംശയിപ്പിക്കുമോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്ന് പറഞ്ഞാൽ ഹക്കായ വിഷയങ്ങളിൽ സംശയിപ്പിക്കാനുള്ളതാ? അതിന് അടിത്തറ കൊടുക്കാനുള്ളതല്ലേ? അതിന് പവർ കൊടുക്കാനുള്ളതല്ലേ? ഇവിടെ ചില ആളുകൾ പറയാണ് ഹദീസ് പഠിക്കരുത്, ഹദീസ് പഠിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചതിലൊക്കെ എന്താ സംശയമായി പോകും, അപ്പം അതുകൊണ്ട് നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് ഇവർ സ്റ്റോപ്പ് ചെയ്തത് അത്രേ. അതും പറയുന്നുണ്ട് ചില ആളുകൾ. ഇവിടെ ഇപ്പം നമ്മൾ അതിന് ഫിഖ് എന്നും പറയുമല്ലോ. ഫിഖ് ഒന്നും അല്ല അത്. ഫിഖ് അത് ഹദീസാണ് ഫിഖ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, റുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു. റുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസിനെ കുറിച്ച് പറഞ്ഞ പദം റുബ്ബ ഹാമിലി ഫിഖ്ഹിൻ. എത്ര എത്ര ഹദീസ് പണ്ഡിതന്മാർ. ഹാമിൽ ഫിഖ്, ഫിഖ്ഹിനെ ചുമക്കുന്നവർ. ഈ ഫിഖ്ഹിനെ ചുമക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ അടുക്കൽ നിന്ന് കേട്ട ഹദീസിനെ ചുമക്കുന്നവർ. അതാണ് അവിടെ അർത്ഥം. റസൂലുള്ളാഹി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസല്ലേ. അപ്പൊ റുബ്ബ ഹാമിലി ഫിഖ്ഹിൻ, എൻ്റെ അടുക്കൽ നിന്ന് കേട്ട ഹദീസുകൾ, ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു, അതിനെക്കാട്ടും വലിയ ഹദീസ് പണ്ഡിതൻ്റെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ ഹദീസിൻ്റെ വിഷയം, പരിശുദ്ധ ഖുർആനിൻ്റെ വിഷയം, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളുടെ പ്രിയോറിറ്റിയിൽ ഉണ്ടാവേണ്ട വിഷയമാണ് എന്ന് മഖ്ദൂം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് സമുദ്ധാരണത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ശൈലിയാണ്. നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോകണം. വിശദമായി പറയേണ്ട വിഷയമാണ്. ഇപ്പോൾ പല ആളുകൾക്കും അത് വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംശയിപ്പിക്കുകയാണ് എന്നുള്ളതിന് ശേഷം പറയാണ് അത് കഴിഞ്ഞിട്ട് ഇതങ്ങനെ തന്നെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിഖ്ഹിനെ കുറിച്ച് നീ പഠിക്കണം. സുമ്മ ഉസൂലിഹി, എന്നിട്ട് പിന്നെ അതിൻ്റെ നിദാന ശാസ്ത്രങ്ങളെ കുറിച്ച് പഠിക്കണം. ഈ തർത്തീബ് തന്നെ മുത്തറത്തില എന്ന് പറയുന്നുണ്ട്. ഈ തർത്തീബ് അനുസരിച്ച് മഖ്ദൂമിൻ്റെ അദ്കിയയിൽ സുമ്മൽ ബവാഖി റാഇ തദ്രീജൻ ബിലാ, ഇതിനൊക്കെ അർത്ഥം പറഞ്ഞാൽ നേരം വൈകിപ്പോവും. എന്നിട്ട് അടുത്ത വരിയിൽ മഖ്ദൂം പറയാണ്, ഈ അധ്യായത്തിൽ തന്നെ തൊട്ടടുത്ത വരിയിൽ മഖ്ദൂം തങ്ങൾ പറയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്, സമുദ്ധാരണ രംഗത്തുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു വരി, ഈ മലബാറിൽ നിന്ന് രചിക്കപ്പെട്ടിട്ടുള്ള വരി, ലാ തഗ്തരിർ ബിവുഖൂഇ അഹ്ലി സമാനിനാ ഫീ മന്തിഖിൻ സുമ്മൽ കലാമി തവഗ്ഗല. നമ്മുടെ കാലഘട്ടത്തിലുള്ള ധാരാളം ആളുകൾ വഞ്ചിതരായതുപോലെ നീ വഞ്ചിതരാവണ്ട. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ. അപ്പോൾ ചില ആളുകളുണ്ട് എന്ത് പറയാന്നറിയോ? ഇപ്പം നമ്മളെ നാട്ടിലുണ്ട് ചില ആളുകൾ, സാലിഹ് ഉസ്താദിനൊക്കെ ശരിക്കറിയാം, എന്ത് നമ്മൾ ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ഇമാമിയങ്ങളെ കിതാബിൽ നിന്ന് എടുത്തിട്ട് പറയുമ്പോൾ അവർ വ്യാഖ്യാനിക്കുന്നത്, അത് നമ്മളെ പറ്റിയല്ല പറഞ്ഞത്, നമ്മളെ പറ്റിയല്ല കേട്ടില്ലേ, അത് നമ്മളെ പറ്റില്ല, അത് ആ കാലഘട്ടത്തിൽ വേറെ ചില ആൾക്കാരുണ്ടായിരുന്നു, അവരെ നാട്ടിൽ അവരെ പറ്റിയാണ് പറഞ്ഞതെന്ന് പറയും. എന്നാൽ ഇത് വളരെ നസ്സുൻ സ്വരീഹുൻ. മഖ്ദൂം തങ്ങൾ പറയാണ്, ലാ തഗ്തരിർ ബിവുഖൂഇ അഹ്ലി സമാനിന, നമ്മളെ കാലത്തുള്ള നമ്മളെ നാട്ടിലുള്ള മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ഉണ്ടോ, നമ്മളെ നാട്ടിലും നമ്മളെ കാലത്തുള്ള മഹാഭൂരിപക്ഷത്തിൻ്റെ വഴികേടുകളെയാണ് മഖ്ദൂം തങ്ങൾ ഈ വരിയിലൂടെ വിമർശിക്കുന്നത്, ഗണ്ണിക്കുന്നത്. അവർ പെട്ടുപോയതുപോലെ നീ പെട്ടുപോകണ്ട. എങ്ങനെ പെട്ടുപോയത്? ഫി മന്തിഖിൻ സുമ്മൽ കലാമി തവഗ്ഗല. ഗ്രീക്ക് തത്വശാസ്ത്രവും അതുപോലെ അതിൻ്റെ മേലിൽ എടുക്കപ്പെട്ടിട്ടുള്ള വചനശാസ്ത്രവുമായി കെട്ടിപ്പണഞ്ഞ് അതിൽ ലയിച്ചു ചേർന്ന് പഠനം നടത്തി ഇസ്ലാമിൻ്റെ യഥാർത്ഥ ശറഈയായ ഇൽമുകൾ പഠിക്കാൻ കഴിയാതെ പെട്ടുപോയിട്ടുണ്ട് ഈ കാലഘട്ടത്തിലുള്ള മഹാഭൂരിപക്ഷം ആളുകളും. അങ്ങനെ നീ വഞ്ചിതനായി പോകണ്ട. ഇത് ആധ്യാത്മശാസ്ത്രം പഠിപ്പിക്കുന്ന കിതാബുൽ അദ്കിയായിൽ മഖ്ദൂം തങ്ങൾ എഴുതി വച്ചിട്ടുള്ളതാണ്. ഇത് സമുദ്ധാരണത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചുവടുവെപ്പല്ലെങ്കിൽ പിന്നെ എന്താണ് സമുദ്ധാരണം? ഒരു കാലഘട്ടത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മാർഗഭ്രംശം സംഭവിച്ചുകൊണ്ട് വഴിവിട്ട രീതിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവർ പോകുന്ന വഴി ശരിയല്ല, ഞാൻ ഈ കാണിച്ചു തരുന്ന വഴിയാണ് ശരി, ഇതിലെ വരൂ, ഈ പറയുന്നതിനല്ലേ തജ്ദീദ് എന്ന് പറയുക? അതല്ലേ മഖ്ദൂം ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്? അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇനി ഞാൻ നിർത്താണ്. പണ്ഡിതന്മാരെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് തന്നെ മഖ്ദൂം പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി വളരേണ്ട ആളുകളുടെ കർമ്മപദ്ധതിയിൽ
ഏറ്റവും അടിസ്ഥാനപരമായി മഖ്ദൂം പരിചയപ്പെടുത്തുന്നത് മതവിജ്ഞാനമാണ്. മതവിജ്ഞാനമില്ലാതെ വെറും ഉഡായിപ്പുകളും അന്ധവിശ്വാസങ്ങളും കെട്ടുകഥകളുമായി വന്ന് അതിലൂടെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി മാറാമെന്ന് ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് ഔലിയാന്റെ റൂട്ട് അല്ല, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ റൂട്ടല്ല, പിശാച്ചിൻ്റെ സേവകന്മാരുടെ റൂട്ടാണ് എന്നാണ് മഖ്ദൂം തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതേ അധ്യായത്തിൻ്റെ ഒരു ഭാഗത്ത് മഖ്ദൂം തങ്ങൾ പറയുന്നതായി കാണാം, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പണ്ഡിതന്മാരുടെ അടയാളങ്ങൾ. അലാമാത്തു ഉലമാ ഇൽ ആഖിറ, അലാമാത്തു ഉലമാ ഇൽ ആഖിറയിൽ മഖ്ദൂം തങ്ങൾ പരിചയപ്പെടുത്തുന്ന ഏതാനും ചില അടയാളങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു അടയാളം വയകൂനു മുഅ്തമിദൻ അലാ തഖ്ലീദിഹി ലിശരീഅത്തിൻ വഅലാ ബസീറത്തിഹിൽ ജല. സാധാരണ പണ്ഡിതന്മാരെ പറ്റിയല്ല ഇത് പറയുന്നത്. അലാമാത്തു ഉലമാ ഇൽ ആഖിറ വലിയ ആലിമിൽ ഉഖ്റ അലാമാത്തുൻ തുറ എന്ന് തുടങ്ങിയിട്ടുള്ള കവിതയുടെ താഴെ ഭാഗത്താണ് ഇത് പറയുന്നത്. സാധാരണ പണ്ഡിതനല്ല, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരനായ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ പരലോകത്തിൻ്റെ പണ്ഡിതന് ഉണ്ടായിരിക്കേണ്ട, അനിവാര്യമായിട്ടും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒരു അടയാളം, ഇപ്പോൾ ഈ അടയാളം പുത്തൻവാദിയുടെ അടയാളമായി മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ അടയാളം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് പറയപ്പെടുന്ന ഈ അടയാളം ഇന്ന് നമ്മൾ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ വേറെ ഏതോ ഒരു പാർട്ടിൻ്റെ സ്റ്റേജിൽ നിന്ന് കേൾക്കുന്ന ഒരു വോയിസ് പോലെ ഉണ്ടല്ലോ എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഇതിലെന്താ പറയുന്നത്? വയകൂന മുഅ്തമിദൻ അലാ തഖ്ലീദിഹി ലിശരീഅത്തിൻ, അവൻ എന്താവണം? അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ തഖ്ലീദ് ചെയ്യുന്നവനാകണം. അതിൻ്റെ വ്യാഖ്യാനത്തിൽ മഖ്ദൂമിൻ്റെ മകൻ തന്നെ എഴുതി വെക്കുന്നു, ലാ അലാ തഖ്ലീദി മാ യസ്മഉഹു മിൻ ഗൈരിഹി, അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും അല്ലാത്ത മറ്റുള്ള ആളുകളിൽ നിന്ന് കേൾക്കുന്ന വിഷയത്തെ തഖ്ലീദ് ചെയ്യുന്ന സ്വഭാവക്കാരൻ ആകരുത്. വല അല സുഹുഫി വൽ കുതുബി, ഏതെങ്കിലും കിതാബിലും ഏതെങ്കിലും ഏടിലും എഴുതി വെച്ചത് നോക്കിയിട്ട് തഖ്ലീദ് ചെയ്യുന്നവനും ആകരുത്. പിന്നെ പറയാണ് വഇന്നമാ യുഖല്ലിദു സ്വഹാബത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളെ തഖ്ലീദ് ചെയ്യാം. മിൻ ഹൈസു ഇന്ന ഫിഅലഹും യദുല്ലു അലാ സമാഇഹിം മിൻ റസൂലില്ലാഹ്, സഹാബികളെ തഖ്ലീദ് ചെയ്യാമെന്ന് പറയുന്നതിൻ്റെ അവിടെ തന്നെ പറയുന്നു അത് എങ്ങനെയാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അവർ കേട്ടതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ് അൽ മുഖല്ലിദു ഇന്നമാ യഫഅലുൽ ഫിഅല ലിഅന്ന റസൂലല്ലാഹി ഫഅലഹു. ഇത് മഖ്ദൂമിൻ്റെ മകൻ്റെ വ്യാഖ്യാനാണ്, മസ്ലക്കുൽ അത്ഖിയായിലുള്ളതാണ്. എന്നിട്ട് പറയാണ് ഫയംബഗി അൻ യകൂന ശദീദൽ ബഹ്സി അൻ അസ്റാരിൽ അമാലി വൽ അഖ്വാൽ, അഥവാ സഹാബികൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നുവോ ഇല്ലയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായി കണിശമായി അന്വേഷിക്കുന്ന സ്വഭാവക്കാരനായിരിക്കും ആര്? അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് നീങ്ങുന്ന പരലോകത്തിൻ്റെ പണ്ഡിതൻ എന്ന് മഖ്ദൂം പരിചയപ്പെടുത്തുക. ഈ ആശയം മഖ്ദൂം ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ നിന്ന് കോട്ട് ചെയ്യാണ്. വ്യക്തമായി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞ ആശയങ്ങളാണ് മഖ്ദൂം തങ്ങൾ ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. ഇഹ്യാ ഉലൂമുദ്ദീനിലേക്ക് നമ്മൾ പോയി നോക്കിയാൽ ഇമാം ഖസാലിയും ഇതേ ആശയം അവിടെ പറഞ്ഞതായി കാണാൻ കഴിയും. ഇമാം ഖസാലി പറയാണ് വഅൻ യകൂന ശദീദ തവഖി മിൻ മുഹ്ദസാത്തിൽ ഉമൂർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും കാലശേഷം ഉടലെടുത്തു വന്നിട്ടുള്ള പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള വിഷയങ്ങളിൽ അവൻ കണിശമായി നിശിതമായി അന്വേഷിക്കുന്നവനായിരിക്കും, കരുതലോടെ പെരുമാറുന്നവനായിരിക്കും. എന്നിട്ട് പറയാണ് വൈനിത്തഫഖ അലൈഹൽ ജുംഹൂറു, ഭൂരിഭാഗം ആളുകളും അതിൻ്റെ പിന്നാലെ പോയാലും ഫലാ യഗുറന്നഹു ഇത്ബാഖുൽ ഖൽഖി അമ്മാ ഉഹദിസ ബഅദ സഹാബ, സഹാബത്തിൻ്റെ കാലശേഷം കെട്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ബിദ്അത്തുകളിൽ ജനങ്ങൾ മുഴുവനും അങ്ങ് എഗ്രിയായാൽ പോലും അവൻ എഗ്രിയാവുകയില്ല. നോക്കി നിങ്ങൾ ഈ വാചകത്തിൻ്റെ കടുപ്പം. ഫലാ യഗുറന്നഹു ഇത്ബാഖുൽ ഖൽഖ്, ജനങ്ങൾ മുഴുവനും, അങ്ങനെ സംഭവം ഉണ്ടാകാൻ പോകുന്നില്ല. ജനങ്ങൾ മുഴുവനും ഒരു തമ്മാടിത്തരത്തിന് കൂട്ടിക്കൂല. ഇന്ന ഉമ്മത്തി ലൻ തജ്തമിഅ അലാ ളലാല,
പക്ഷെ എന്നിട്ട് പോലും ഇമാം ഖസാലി പ്രയോഗിച്ച വാക്കു നോക്കൂ നിങ്ങൾ, ലാ യഗുറന്നഹു ഇത്ബാഖുൽ ഖൽഖി അലാ മാ ഉഹ്ദിസ ബഅദ സഹാബ. സഹാബത്തിന്റെ കാലശേഷം നിർമ്മിക്കപ്പെട്ടിട്ടുള്ള പുത്തനാചാരങ്ങളിൽ ലോകം മുഴുവനും അതിന് അംഗീകാരം കൊടുത്താൽ പോലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന പണ്ഡിതൻ അതിന് അംഗീകാരം കൊടുക്കുകയില്ല, അവൻ ഒഴുക്കിനെതിരെ തന്നെ നിലകൊള്ളും എന്ന് ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞതിനെയാണ് മഖ്ദൂം തങ്ങൾ തൻ്റെ അദ്കിയയിലേക്ക് കോട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ അദ്കിയയുടെ നിരവധി ഈരടികളിലൂടെ മാത്രം പരിശോധിച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിന് വന്നുപെട്ടിട്ടുള്ള ധാരാളം മാർഗഭ്രംശങ്ങളെക്കുറിച്ചുള്ള ഉണർത്തലുകളും യഥാർത്ഥ വഴിയിലേക്കുള്ള മാർഗദർശനങ്ങളും വലിയ മഖ്ദൂം തങ്ങൾ ധാരാളമായിട്ട് ഈ ഒരു ഗ്രന്ഥത്തിൽ മാത്രം നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. വേറെ ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു നോക്കിയാൽ പിന്നെയും ഇതേ ചരിത്രം തന്നെയാണ് ആവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഏത് പണ്ഡിതന്മാരായിരുന്നാലും ശരി, നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ചില ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും, അല്ല എന്നാലും മഖ്ദൂം ഇങ്ങനെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള സമുദ്ധാരണ ശ്രമങ്ങളൊക്കെ നടത്തി, തിരുത്തൽ ശ്രമങ്ങളൊക്കെ നടത്തി, ഇനി ഈ പറഞ്ഞതിനെയൊക്കെ പൊളിച്ചു കളയുന്ന വേറെ എന്തെങ്കിലും ഒരു ഉദ്ധരണി ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും. അതും കൂടി പറഞ്ഞാൽ ഈ വിഷയം പൂർത്തിയാവും. അപ്പം ഞാൻ ഈ പറഞ്ഞത് കൃത്യമാണ്. പക്ഷെ ഈ പറഞ്ഞതിന് വിരുദ്ധമാണ് എന്ന് തോന്നിപ്പിക്കുന്ന, ചിലപ്പം വിരുദ്ധാവാം, ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ മാത്രം വിരുദ്ധമായിരിക്കും, യഥാർത്ഥത്തിൽ വൈരുദ്ധ്യം ഉണ്ടാകില്ല. ഇനി യഥാർത്ഥത്തിൽ തന്നെ വൈരുദ്ധ്യം ഉണ്ട് എന്ന് വെക്കുക, നമ്മൾ ഈ പറഞ്ഞ ആശയവുമായിട്ട് ഏറ്റുമുട്ടുന്ന വേറെ ഏതെങ്കിലും ഒരു വരി മഖ്ദൂം തങ്ങളുടെ തന്നെ വേറെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് വെക്കുക, ആ ഉദ്ധരണിയും പിടിച്ചിട്ടായിരിക്കും നമ്മുടെ വേറെ ചില സുഹൃത്തുക്കൾ നമുക്ക് മറുപടി പറയാൻ വേണ്ടി പിന്നെ വരിക. മഖ്ദൂം നിങ്ങളെ പറഞ്ഞ മാതിരി ഒന്നല്ല, മഖ്ദൂമിന് അങ്ങനെയൊന്നുമില്ല, മഖ്ദൂം ഇങ്ങനെയാണ്. എങ്ങനെ? ബിദ്അത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ തൊട്ട് ആളുകളെ അകറ്റുന്ന, ഉഡായിപ്പുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന, വേണ്ടാത്തരങ്ങൾക്ക് മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന സ്വഭാവക്കാരനായിരുന്നു മഖ്ദൂം എന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി വേറെ ചില ഉദ്ധരണികൾ കൊണ്ടുവരും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി വലിയ മഖ്ദൂം പറഞ്ഞു. ഇനി ഇതിന് വിരുദ്ധമായിട്ട് മഖ്ദൂം എവിടെയെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഒരു പെശക് ആയിരിക്കാം, അതൊരു സ്ഖലിതമായിരിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മാസൂമായ മഖ്ദൂമിനെ അല്ല ഇവിടെ പരിചയപ്പെടുത്തിയത്. ലാ യുസ്അലു അമ്മാ യഫ്അലു ആയിട്ടുള്ള ഒരു മഖ്ദൂമിനെ അല്ല നമ്മൾ പരിചയപ്പെടുത്തിയത്. മറിച്ച് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള മഖ്ദൂം കുല്ലുൻ യുഖദു മിൻഹു വയുറദ്ദു അലൈഹി ഇല്ലാ സാഹിബ് ഹാദൽ ഖബർ എന്ന തത്വത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു മഖ്ദൂമിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പ്രമാണങ്ങളോട് വ്യക്തമായി യോജിക്കുന്ന ആശയങ്ങൾ ധാരാളമായി മഖ്ദൂം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ പ്രകാശിപ്പിക്കും. അതാണ് മഖ്ദൂമിൻ്റെ പാരമ്പര്യമെന്ന് നമ്മൾ പറയും. അതിലേക്ക് നമ്മൾ ആളുകളെ ക്ഷണിക്കും. അതേസമയത്ത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി എവിടെയെങ്കിലും സ്ഖലിതങ്ങളായ നിലയിൽ, സ്ഖലിതങ്ങളുടെ ശൈലിയിൽ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് മാസൂം അല്ലാത്തതിൻ്റെ പേരിൽ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന സ്ഖലിതങ്ങളാണ്. അത് സ്ഖലിതങ്ങളാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും നമ്മുടെ കൈവശമുണ്ട്. ആ സ്ഖലിതങ്ങളുടെ പേരിൽ ഒരു വ്യക്തിയെ നമ്മൾ ധ്വംസിക്കാൻ പാടില്ല. ആ സ്ഖലിതങ്ങളെ ഉപയോഗിച്ച് ഒരു വ്യക്തിയിലേക്ക് നമ്മളത് ചേർത്തി പറയാൻ പാടില്ല. ഒരു വ്യക്തിയെക്കുറിച്ച് അത് ആരോപിക്കാൻ പാടില്ല. അദ്ദേഹം അതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മഖ്ദൂമിൻ്റെ യഥാർത്ഥ ശൈലിയെ, യഥാർത്ഥ സരണിയെ ഇവിടെ പ്രകാശിപ്പിക്കാൻ നമുക്ക് കഴിയും. മാർഗത്തിൻ്റെ പുറത്തുള്ളതിനെ മാർഗത്തിൻ്റെ പുറത്തുള്ളതാണ് എന്ന് അവതരിപ്പിക്കാനും ഒരേ സമയം നമുക്ക് കഴിയും. അതാണ് തനതായ ഇസ്ലാമിൻ്റെ സംസ്കൃതി, പാരമ്പര്യം എന്ന് ചുരുക്കി വിവരിച്ചുകൊണ്ട് എൻ്റെ ഈ സംസാരം ദീർഘിച്ചു പോയിട്ടുണ്ടാകും. ഞാൻ ക്ഷമാപണം നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ടതായ ഒരു സ്വാലിഹായ അമലായി നമ്മുടെ ഈ കൂടലിനെയും പിരിയലിനെയും ഈ പറയലിനെയും കേൾക്കലിനെയും എല്ലാം അവൻ ആക്കി തരുമാറാകട്ടെ, നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പരിപാടി സംഘടിപ്പിക്കുകയും എന്നെ ഹൃദ്യമായി ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൻ.